നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവും ഒപ്പം 2 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന വാഹനം KSRTC ബസ്സിന് കുറുകെ വട്ടം വെച്ചുകൊണ്ട് ഈ സിഗ്നലിൽ ഇവർ വട്ടം വെച്ചുകൊണ്ട് ഈ ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ബസ് ഡ്രൈവർ ഇവർക്ക് സൈഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ അവരെ കയറ്റിവിടാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണത്താലാണ് ഇവരിങ്ങനെ ചെയ്തത്. പക്ഷേ ഡ്രൈവർ യദു എന്ന ആൾ പറയുന്നത് അനുസരിച്ച് ഈ വാഹനം ഒരു പ്രൈവറ്റ് വാഹനമായിരുന്നു. ഇതിനകത്ത് ഉണ്ടായിരുന്നത് മേയർ MLA ആണെന്നോ, ഇവർ നേരിട്ട് സംസാരിച്ചപ്പോൾ പോലും ഇവരാണ് MLA-യും മേയറുമാണ് എന്നോട് സംസാരിക്കുന്നതെന്നോ ആൾക്ക് മനസ്സിലായിരുന്നില്ല. അതുപോലെ തന്നെ പല സമയത്തും ഈ വാഹനം കടന്നു പോവുകയും വീണ്ടും സ്ലോ ആവുകയും വീണ്ടും കടന്നു കയറുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഈ KSRTC-യിൽ ഘടിപ്പിച്ചിരിക്കുന്ന CCTV-യുടെ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ഇപ്പോൾ കാണുന്നില്ല. അതായത് ഇന്ന് ഡിപ്പോയിൽ 4 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 വാഹനത്തിൽ ഈ പ്രശ്നത്തിൽ അകപ്പെട്ട KSRTC-യുടെ മാത്രം CCTV ദൃശ്യങ്ങൾ പതിഞ്ഞ മെമ്മറി കാർഡ് എങ്ങനെ കാണാതായി എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടാവുന്നതാണ്. എങ്ങനെ ഇതിൻ്റെ മാത്രം മെമ്മറി കാർഡ് കാണാതായി എന്നുള്ളതിനെക്കുറിച്ച് DVR കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അധികാരത്തിൽ വരുന്നവരുടെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യവും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്.